ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി കൊഞ്ചം ബിരിയാണി റെസിപ്പി ആട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കൊഞ്ചം ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കൊഞ്ചം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 2 കിലോ കൊഞ്ചം എടുത്ത് വെച്ചിട്ടുണ്ട്. 5 ഉള്ളി, 3 തക്കാളിയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ കൊഞ്ചെന്ന് പറയും, ചെറിയ നാട്ടിൽ ചെമ്മീൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മമ്മക്കൂട്ടം വന്നിട്ടുണ്ട്, ഹോർലിക്സിന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്നുണ്ട്, ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പാത്രം ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്, ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഓയിൽ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ചതച്ച് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ചതച്ച് വെച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള നിങ്ങൾ കണക്കിലുള്ള എരിവ് നോക്കിയിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് കണക്കാക്കിയായിട്ട് ഞാൻ ഇവിടെ നമുക്ക് എരിവ് കണക്കുള്ള നോക്കിയിട്ട് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ പശുവിനെ ഇട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട കാര്യം കേട്ടോ. നമ്മൾ മസാല ആക്കുന്ന സമയത്ത് കുറച്ച് പശുവിനെ ഇട്ടെടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഓരോരുത്തർ സവാള വാട്ടിയതിന് ശേഷമായിരിക്കും ഇഞ്ചി വെളുത്തിട്ട് പച്ചമുളക് ഇടുന്നുണ്ടായിരുന്നു. സോ അതുവേ ഞാൻ ബിരിയാണി മസാല ആക്കുന്ന സമയത്ത് ഫസ്റ്റ് പശു നെയ്യും ഓയിലും എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച സാധനം ഇട്ടിട്ട് അത് വാട്ടിയതിന് ശേഷം സവാള ഇടല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ, നല്ല ടേസ്റ്റ് ആയിരിക്കും മസാല കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് അപ്പോൾ നല്ലോണം നമുക്കൊന്ന് മസാല ഉള്ളി നല്ലോണം വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം നല്ലോണം വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ടെടുക്കാം. തക്കാളി ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സാക്കി തക്കാളി എല്ലാം ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം മസാല കുറച്ച് നല്ല മസാല ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെ ഉപ്പും ഗരം മസാല പൊടി ഇട്ട് വെച്ച് കൊഞ്ച് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ അധികം എല്ലാവരും ചെമ്മീൻ പൊരിച്ചിട്ട് വെക്കും, മസാല ആക്കലുണ്ട്. നമ്മൾ അങ്ങനെ ആക്കലുണ്ട്. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ പൊരിക്കാണ്ട് ചെമ്മീൻ ബിരിയാണി ഇങ്ങനെ വെക്കുന്നതിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, അത് ഓരോരുത്തർ ഇഷ്ടം. എന്നാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ, ആക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടെല്ലാം ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളാകെ വേറെ മസാലപ്പൊടിയൊന്നും ആകെ ഇടില്ല. കുറച്ചാകെ മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ കുരുമുളക്, ഗരം മസാലപ്പൊടി. അപ്പോൾ അത് മാത്രം ഇട്ടു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഓരോരുത്തർ മുളക് പൊടി ഇടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നമ്മളൊന്നും ഇടലില്ല കേട്ടോ. നമ്മൾ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാവല്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല നമ്മളെ മസാല ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് സമയം കൊഞ്ചം വേകാനുള്ള സമയം വേണ്ടേ. അപ്പോൾ നമ്മളെ മസാല അങ്ങനെ അടച്ച് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മസാല ഇപ്പോൾ കുറച്ച് ഗ്രേവി പോലെയുള്ളത്. അപ്പോൾ നമ്മളെ ചോറ് ദമ്മിടുന്ന സമയത്ത് അത് സെറ്റായി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ ഗ്രേവി ആയിട്ടൊന്നും സാരമില്ല. അപ്പോൾ അവിടെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു നെയ്ച്ചോറ് വെക്കാം. നെയ്ച്ചോറ് വെക്കുന്ന കാര്യം എല്ലാവർക്കും സ്വതവേ അറിയില്ല, പ്രത്യേകിച്ചൊരു പറയേണ്ടിയില്ലല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും പശു നെയ്യ് ഒഴിച്ച് ഏലക്കായ്, പട്ട, കറാമ്പലിട്ട് ഉള്ളിലിട്ട് വാട്ടിയിട്ട് നമ്മൾ കണക്കായ വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തത്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം. അപ്പോൾ ആ അളവിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഓരോ ആൾക്കാർ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ക്യാരറ്റ് എല്ലാം ഇടലുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാകുമ്പോൾ ഇടും. പിന്നെയെന്ന് വെച്ചാൽ ഇത് ബിരിയാണിക്ക് ദമ്മിടുന്നില്ല, അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. ഓരോ നാട്ടിൽ ഓരോ മാതിരിയാണ്. പിന്നെ നമ്മൾ സാധാരണ കറി നെയ്ച്ചോറും കറിയെല്ലാം ആകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടും അങ്ങനെ മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കച്ചമ്പറാക്കാൻ വേണ്ടി തക്കാളി കക്കിരി മുറിച്ചിട്ടുണ്ട്. കക്കിരിയും തൈരും ഇട്ടിട്ടുണ്ട്, പച്ചമുളക് മുറിച്ച് അത് നമുക്കൊന്ന് ഉപ്പിട്ട് മിക്സാക്കിയിട്ട് വെക്കാം. നമ്മൾ ബിരിയാണി അപ്പോഴത്തേക്ക് നെയ്ച്ചോറ് സെറ്റായിരുന്നപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളിവിടെ നെയ്ച്ചോറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിടുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് ദമ്മിട്ടുകയാണ്. പിന്നെ ദമ്മിട്ടിന് 10 മിനിറ്റ് ഒന്ന് സ്ലോ ആക്കിയിട്ട് വെക്കുക ഗ്യാസിൽ. അപ്പോൾ നമ്മൾ ചോറിവിടെ ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് മാറ്റിയിട്ട് വെക്കാം.
അപ്പോൾ നമ്മൾ തലശ്ശേരി സ്റ്റൈലിൽ ചോറെന്ന് വെച്ചാൽ മസാല വേറെ ചോറ് വേറെ അങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യൽ. അപ്പോൾ നമ്മൾ ദമ്മിൽ നിന്ന് നമ്മൾ ചോറ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മസാല വേറെ സെപ്പറേറ്റ് ആക്കി വെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് മാറ്റി വെക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഗ്രേവിയോടെ മസാല ദമ്മാക്കാൻ വെച്ചുകൊണ്ട് എല്ലാം സെറ്റായിട്ട് കിട്ടും നല്ലോണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മസാല എല്ലാം ഒന്ന് ടോട്ടലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഓക്കെ, കണ്ട നേരത്തെ കണ്ടുപോലെ മസാല നല്ലോണം വറ്റിയിട്ടുണ്ട്. അതായത് ദമ്മിൽ കുറച്ചും കൂടി ഗ്രേവിയോടെ വെക്കുമ്പോൾ ദമ്മ് വരുമ്പോൾ സെറ്റാവും. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം. അപ്പം നമ്മൾ വേറെ പാത്രത്തിലൊക്കെ ചോറ് വിളമ്പാണ്. ഓക്കെ, മസാല വേറെ പാത്രത്തിൽ കേട്ടോ. നമ്മളെ തലശ്ശേരി നാട്ടിൽ ഇങ്ങനെയാണ് നമ്മളെ ചോറ് വിളമ്പൽ കേട്ടോ. അപ്പം നമ്മൾ ചോറിട്ട് ആൾ കൊണ്ടാച്ചപ്പോൾ ഓരോരുത്തർക്കായിട്ട് ചോറ് വിളമ്പിക്കൊണ്ട് കേട്ടാ. അപ്പം അങ്ങനെ മക്കൾക്കും ചോറ് വിളമ്പണേ. പിന്നെ മക്കളെന്ന് വെച്ചാൽ സ്വതവേ ചെമ്മീനൊന്നും കൂട്ടൂല. ചെമ്മീൻ പോകുന്നതും ചെമ്മീൻ ബിരിയാണി മാഷാഅല്ലാ അടിപൊളി. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊഞ്ചൻ ബിരിയാണി വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.